ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്യുത ശങ്കരപ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമ സമസ്തഭൂതാനാമാദിഭൂതായ ഭൂകൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപോജ്വലാംഗം പരശുമൃഗവര ഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്താൽ സ്തുതാമരഗണേർവ്യാഘ്രകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയഹരം പഞ്ചവക്രം ത്രിനേത്രം കൈലാസാദ്രിനിഭം ശശാങ്ക കലയാ സ്ഫൂർജടാമണ്ഡലം നാസാലോകനതൽപരം തൃണയനം വീരാസനാധ്യാസിതം മുദ്രാടങ്കകുരംഗജാനുവിലസദ്ബാഹും പ്രസന്നാനനം കക്ഷാബദ്ധഭുജംഗമം മുനിവൃതം വന്ദേ മഹേശംബരം. ഓം നമ ശിവായ 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 ഓം നമ ശിവായ. നമ ശിവായ രാമമന്ത്രമെത്രയും സുഖപ്രദം സമസ്ത ദുരിതനാശനം നമ ശിവായ പാഹി മാം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. നമോ നമ ശിവായ മേ നമ ശിവായ പാഹി മാം. ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മീ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപ
ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടണം. എല്ലാ ഭക്തമക്കൾക്കും എല്ലാവർക്കും ശാന്തിയും സമാധാനവും അതിൽ കൂടി ഉണ്ടാകണം. ഭഗവാന്റെ കൃപ മനസ്സിൽ വന്നെങ്കിലേ, ഹൃദയത്തിൽ വന്നെങ്കിലേ നമുക്ക് സമാധാനവും ശാന്തി. ഇതാ തന്നെ മക്കൾ പറയുന്നു, രുക്മിണിമോഹൻ കേൾക്കാൻ ഇഷ്ടമുണ്ടാകുന്നു. എന്താ ഇഷ്ടമുണ്ടാകുന്നത്? ഭഗവാനാണെന്ന് പരമാത്മാവിൻ്റെ കാര്യമല്ലേ ഭഗവാന്റെ കഥകൾ. അപ്പം ഈശ്വരനോട് അത്രമാത്രം ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ നമുക്കത് കേൾക്കാൻ താല്പര്യമുണ്ടാകുന്നത്. സന്തോഷം മക്കളെ. സുലോചനാഖിൽ സമാധാനവും സന്തോഷവും ഉണ്ടായതിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷമാണ് ആവശ്യം. അത് നമുക്ക് എത്രയൊക്കെ ഈ ലോകത്ത് എന്തെല്ലാം നേടിയാലും അത് കിട്ടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. അത് നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഈശ്വരനോട്. അതേ നടക്കും. അതാണ് മക്കൾക്ക് ഈ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത്. പ്രസന്ന അതുപോലെ തന്നെയാണ്. സന്തോഷം മക്കളെ. ഓമന മുരളീധരൻ അതും സന്തോഷം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജഗദമ്മ ഭക്തി ഒരു രസമാണ് മക്കളെ. ഭക്തി അത് പരമജ്ഞാന അമൃതമല്ലേ. അത് പാനം ചെയ്യുമ്പോഴാണ് രസം ഉണ്ടാകുന്നത്. ആ ആനന്ദം, അത് രസമാണ്. ഈ ആനന്ദം, ആ അമൃത് ഭക്ഷിക്കുമ്പോൾ നമുക്ക് രസവും തോന്നും, ആനന്ദം ഉണ്ടാകും. നമുക്ക് അതിൽ കൂടിയാണ് നമുക്ക് ആനന്ദം, നിർവൃതി ബ്രഹ്മാനന്ദം അനുഭവിക്കണം നമ്മൾ. അത് അങ്ങനെ എല്ലാ മക്കളും അങ്ങനെ ആകണം. ബിജു സന്തോഷം ആനന്ദമായി മാറണം മക്കളെ. സന്തോഷം പോരാ, അതൊക്കെ മേലെ നമുക്കത് ആനന്ദപ്രദമാകണം. ഗീതാ നായർ നമുക്കും അത്രമാത്രം എന്താ പറയുക മനസ്സിലാകുന്നു. എല്ലാവർക്കും അങ്ങനെ ആകട്ടെ മക്കളെ. എല്ലാവരും നന്നായി അത് അനുഭവിക്കണം. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന എനിക്കും ഭയങ്കര ഇഷ്ടം. നിർമ്മലാ പവിത്രൻ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളുന്നതിൽ എനിക്ക് വളരെ സന്തോഷം മക്കളെ. എത്രമാത്രം അത് ഗ്രഹിക്കുന്നു, അതാണ് നമുക്ക് ഇത് എത്രമാത്രം നിങ്ങളെ ഉള്ളിൽ കടന്നു കൂടുന്നു. എനിക്ക് ഒന്നത് അറിയില്ല. അറിയുന്നതെങ്കിലും മറ്റുള്ള മക്കൾ മനസ്സിലാക്കുന്നതിൽ എനിക്ക് എന്തുമാത്രം ആനന്ദമാണ്. അപ്പോൾ അത് വെറുതെ ആയി പോയില്ലല്ലോ എന്ന് അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഈ അറിവ് നമ്മൾ നേടിയല്ല, അതിൽ ജ്ഞാനം അത് വർദ്ധിച്ച് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് നമുക്കും ഈ ഭഗവാൻ എന്താ ആനന്ദമാണല്ലോ. കൃഷ്ണൻ നാരായണൻ ആനന്ദ സ്വരൂപനാണ്. നമ്മളങ്ങനെ ആനന്ദത്തിലേക്ക് നിറയ്ക്കണമെങ്കിൽ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കണം, ഇതെല്ലാം ഉൾക്കൊണ്ട് മനസ്സിലാക്കണം. ജഗദമ്മ രാമായണം മക്കളെ ഒന്നേന്ന് തുടങ്ങണമെന്ന് എനിക്കും 1-2 നിർമ്മല പവിത്രനും എന്നെ വിളിച്ചു. രാമായണ മാസം ആയ അമ്മയെ തുടങ്ങണേന്ന് ആദ്യമേ. എന്നാലും അത് ഇത്ര സമയം ഇത്തിരി തോനെയും വായിക്കാനുള്ള അർത്ഥം പറയുമ്പം അത്രയും നീണ്ടു പോകും മക്കളെ. അതുകൊണ്ട് അർത്ഥം ഞാൻ ഇപ്പം ഇടുന്നതെല്ലാം അർത്ഥത്തിലാണല്ലോ. ഇനി അങ്ങനെ ഒക്കുമെങ്കിൽ തന്നെ ഞാനത് ഒരു ദിവസം ഇത്രമാത്രം വായിക്കണമെന്നുള്ളത് കൊണ്ട് നമുക്ക് അത്രയും സ്പീഡിനെടുത്ത് വായിക്കാനുള്ള എന്താ പറയുക പ്രായം നാക്കൊന്നും വഴങ്ങുന്നില്ല, തിരിയുന്നില്ല. എന്നാലും മക്കളുടെ ആഗ്രഹപ്രകാരം ഞാൻ നോക്കട്ടെ. പക്ഷെ അർത്ഥം പറയാൻ പാടാണ് മക്കളെ. അത് അപ്പോൾ സമയം ഒരുപാടങ്ങ് പോകും. എനിക്ക് പ്രത്യേകിച്ച് ഒരർത്ഥം കൊണ്ട് ഇരുന്നാൽ ഞാൻ അറിയാതെ അങ്ങ് ഇരുന്ന് പോകും. അതാ ഒന്നാമത്തെ, എനിക്ക് ലെവല് കാണത്തില്ല. പിന്നെ ഒരു വട്ടം പറഞ്ഞാൽ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ. കാരണം എന്താണെന്നറിയാമോ, മക്കളാർക്കും മനസ്സിലാകുന്നില്ലെന്നാ എൻ്റെ മനസ്സിൽ ഞാൻ അറിയുന്നു. ഇത് ഞാൻ പിന്നെ നോക്കുകയും ഞാൻ ഇത്രയും വട്ടം ഇത് പറയുന്നത് പിന്നെ ഇതെല്ലാം അന്നേരം ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് അറിയത്തില്ല. അതിലങ്ങ് ഇഴിഞ്ഞിറങ്ങുന്നുണ്ട്. എത്ര വട്ടം പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചിന്തിക്കും ഒരു വട്ടം 2 വട്ടം പറഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെന്താ ചിന്ത, കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ, വീണ്ടും പറഞ്ഞ് അവരുടെ ഉള്ളത്തിലേക്ക് കടത്തി വിടണമുള്ള ചിന്ത എനിക്ക് അറിയൂ. അതുകൊണ്ടാണ് ഇങ്ങനെ സമയം പോണത്. ചിലർക്ക് കേൾക്കുന്നവർക്ക് ദേഷ്യവും ഉണ്ടാകും. ചിലപ്പോൾ എനിക്ക് തന്നെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. എന്താ ഞാൻ ഇങ്ങനെ പറയുന്നത്, അത് ഒരു വട്ടം പറഞ്ഞാൽ പോരെ, വീണ്ടും അപ്പോൾ ഞാനിത് അറിയത്തില്ല. പിന്നെ ഇതൊന്ന് നോക്കും, ശരിക്കും വല്ല തെറ്റു വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ അയ്യേ ഇത്രയും വട്ടം ഇത് പറയുന്നു. പക്ഷെ ഞാൻ അന്നേരം ഓർക്കത്തില്ല, അറിയത്തില്ല, മനസ്സിലിതൊന്നും വരത്തില്ല. ഞാനല്ലാതെ അങ്ങ് മാറുമല്ലേ. എന്താ ഞാൻ പറയുന്നത്, ഞാൻ എന്താണെന്ന് ഞാൻ എന്നെ തന്നെ മറക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോണത്. എനിക്ക് എത്രമാത്രം ഇതിനെപ്പറ്റി പറയുന്നൊന്നും എനിക്ക് തന്നെ അറിയില്ല. ഞാനത് വളരെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതുകൊണ്ട് അർത്ഥം പറയുമ്പോൾ ഒന്നോ രണ്ടോ പേജേ ഇത് പറയാൻ പറ്റും. അപ്പോഴത്തേക്ക് സമയം പോകും മക്കളെ. എന്നാൽ തന്നെ 1 മണിക്കൂറോളമൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ എല്ലാ മക്കൾക്കും ഇത് കാണാനുള്ള നെറ്റൊന്നും കാണത്തില്ല, മുഷുവായിരിക്കും. എന്നാൽ ഭക്തി അങ്ങേറ്റം ഉള്ള മക്കൾ എത്ര മണിക്കൂർ ഇരുന്നാലും കാണുകയും ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. എന്നാലും നമുക്ക് പറയുമ്പം ഒരുപാട് നീണ്ടുപോകും. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ശ്രീഹരി അഷ്ടകം ചൊല്ലാം. എല്ലാ മക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഇതിൽ കമൻസ് തരാത്തതും എല്ലാവർക്കും ഓം ലോക സമസ്ത സുഖിനോ ഭവന്ത്. എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകാനാണ് നമ്മളിത് തുടങ്ങുന്നത്. സമാധാനം മറ്റൊന്നിലും കിട്ടത്തില്ല.
എന്തെല്ലാം നേടിയാലും സമാധാനവും ശാന്തിയൊക്കെ ഈശ്വരകൃപയിൽ കൂടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേദം ഓതുന്നത് അറിഞ്ഞുടങ്ങി പോലും. ജഗജ്ജാലപാലം കനൽ കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. സദാംബോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽ സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഠകാരം ശ്രുതിവ്രാതസാരം ലതാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ഹൃദാനേകരൂപം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനീകേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം. കൃതാംനായഗാനം ഖഗാധീശയാനം വിമുക്തേർനിദാനം ഹദാരാഭിമാനം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം. സമസ്താമരേശം ദിരേകാഭകേശം ജഗൽബിംബലേശം ഹൃദാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠലേഹം ഭജേഹം ഭജേഹം. സുരാളീ ബലിഷ്ടം ത്രിലോകീ വരിഷ്ടം ഗുരുണാം ഗരിഷ്ടം സ്വരൂപൈകനിഷ്ഠം സദാ യുദ്ധധീരം മഹാവീരധീരം മഹാബോധിധീരം ഭജേഹം ഭജേഹം. രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംപരീതം ഗുണൗഭൈരതീതം ഭജേഹം ഭജേഹം. ജഗജ്ജാലപാലം കനൽ കണ്ഠമാൽ ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നമുക്ക് മക്കളെ ഇന്ന് ഉദ്ധവദൂത് എന്ന് തീർക്കണം. കാര്യങ്ങൾ പറയുമ്പം ഇത് ഒത്തിരി ദിവസം കൊണ്ട് തുടങ്ങിയതാ, മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ ഗോപസ്ത്രീകളോട് ഉദ്ധവര് പറഞ്ഞെല്ലാം കേട്ട് അപ്പോൾ മന്ദഹാസാഭ കേളി സാരസ്യ ലീലകളൊക്കെ ഭഗവാന്റെ ഈ നന്മകളെല്ലാം കാണുമ്പോൾ ചുറ്റും എന്താ ചെയ്യുക, ഇതെല്ലാം കാണുന്ന നേരത്തെ അവിടുത്തെ നാരിമാർ മധുരയിൽ അവരോട് ഭഗവാൻ സംഘമില്ല, എന്നാലും നാരിമാരോടും ഒത്തിട്ട് അങ്ങനെ ഇരുന്നിട്ടും ഒന്നിച്ച് നിന്നും ഇരുന്നും ഓരോരോ ലീലയെങ്കിൽ ഭഗവാൻ അവിടെയും ഇതുപോലെ ലീലകൾ കാട്ടുമല്ലോ. ഭഗവാന്റെ പോരെങ്കിൽ ഭഗവാന്റെ അമ്മയും അച്ഛനും എല്ലാവരും അതുമല്ല ആദ്യമായിട്ട് അവിടെ ചെന്നതല്ലേ, അപ്പോൾ എന്തുമാത്രം സ്നേഹവും സന്തോഷമൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരോട് നിന്നിട്ടും അവരോട് ലീലയൊക്കെ ഭഗവാന്റെ മായാലീലകൾ ലീലാവിലാസങ്ങളൊക്കെ എല്ലാം ചെയ്യുമ്പോൾ ഞങ്ങളെ ഒന്ന് ചിന്തിക്കുകയും ചെയ്യുമോ? ഉദ്ധവരോട് ചോദിക്കുന്നത്, ഭഗവാൻ ഞങ്ങളെ ഒന്ന് ഓർക്കുമോ? കാരണം അവിടെ ഇതിനേക്കാൾ സുഖമാണെന്നറിയാം. ഇവർക്ക് അത്ര വലിയ അറിവൊന്നുമുള്ളവരെ കുട്ടികളല്ലല്ലോ ഇവർക്ക്. കാരണം ഭഗവാനുള്ളവർ ഒന്ന് ചേർന്ന് നടന്നുള്ള ലീലകളെല്ലാം കണ്ടും ഭക്തി വർദ്ധിച്ചതേലുള്ളൂ. അതുപോലെ അല്ലല്ലോ അവിടെ മധുരയിൽ അവരെല്ലാം നല്ല നല്ല നാരിമാരായിരിക്കും. അവരുടെ ആഭരണങ്ങളും എല്ലാം കൊണ്ട് ഒരു പ്രത്യേക സുന്ദരിമാരാണെന്ന് ഇവർ സങ്കല്പിച്ചു പറയുന്നു. ഞങ്ങളെ അപ്പോഴും ഭഗവാൻ കണ്ണൻ ഞങ്ങളെ ഒന്ന് ഓർമ്മിക്കുകയും ചിന്തിക്കുമോ? മാധവൻ വൃന്ദാവനെ ഞങ്ങളോട് ഒരുമിച്ച് ബോധ സംയുക്ത ആനന്ദം ക്രീഡിച്ച് വസിച്ചതും
കാമസുന്ദരൻ ലക്ഷ്മീവാസമന്ത്രൻ കൃഷ്ണൻ കോമളൻ മറന്നിതോ ഞങ്ങളെ മനസ്സിങ്കൽ. ഇങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ വൃന്ദാവനത്തിൽ ഞങ്ങളോട് ഒരുമിച്ചൊക്കെ എത്രമാത്രം ആനന്ദമൊക്കെ ക്രീഡിച്ചും ഞങ്ങൾ ഒന്നിച്ച് വസിച്ചു. ജലക്രീഡ, വനക്രീഡ, രാസർ ഇതൊക്കെ ചെയ്തു. കാമസുന്ദരൻ ഞങ്ങളുടെ പരമാത്മാവായ ഈ ആനന്ദസ്വരൂപനായ കൃഷ്ണൻ, സുന്ദരനായിരിക്കുന്ന ലക്ഷ്മീവാസമന്ദിരൻ, ലക്ഷ്മീ ദേവി വസിക്കുന്ന മന്ദിരം, പിന്നെ മന്ദിരമാണ് കൃഷ്ണൻ്റെ വാസം. ലക്ഷ്മി ദേവി വസിക്കുന്നതാണ് ഭഗവാനിൽ. അങ്ങനെയുള്ള കൃഷ്ണൻ കോമളനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഞങ്ങളെ മനസ്സിൽ നിന്ന് മാറിപ്പോയോ, മറന്നോ, ഞങ്ങളൊന്ന് ഓർക്കുന്നുണ്ടോ? ഇവിടെ എത്രമാത്രം ഞങ്ങൾ ആനന്ദിച്ചതെല്ലാം ഞങ്ങളെങ്ങനെ കളയാൻ പറ്റും? ഞങ്ങൾ മറക്കുമോ? പക്ഷേ കൃഷ്ണൻ അവിടെ ഈ നാരിമാരോടെല്ലാം ചേർന്ന് രമിച്ചും ഇതൊക്കെ ഇങ്ങനെല്ലാം ആയി വരുമ്പോൾ ഞങ്ങളെ മനസ്സിൽ നിന്ന് കളഞ്ഞോ? ഭഗവാന്റെ ഉള്ളിൽ ഞങ്ങൾ ഉണ്ടോ? ഇത് ഉദ്ധവരോട് വിഷമത്തിൽ ചോദിക്കുകയാണ്. മാധവം കുറിച്ച് ഏറ്റവും ദുഃഖിച്ച് വസിക്കുന്ന, ഭഗവാനെ മാത്രം ഇങ്ങനെ ഭഗവാനെ എന്നുള്ള ചിന്തയിൽ ദുഃഖിച്ച് വസിക്കുന്ന ബോധമില്ലാത്ത ഞങ്ങൾക്കിന്ന് തൽക്കടാക്ഷമാം വാരി വർഷത്തെ പെയ്തു ദീനത്തെ പോക്കിടുവാൻ കാരണപുമാൻ ഒരു ദിനമെന്നെങ്കിലും. കാരണം അത്രയ്ക്ക് അവർക്ക് സങ്കടം. മാധവം, അതായത് ഭഗവാനെ കുറിച്ചേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഇങ്ങനെ ഞങ്ങൾ ദുഃഖിച്ച് വസിക്കാൻ നമുക്ക് കണ്ടു വായിക്കാം. ഞാൻ ഓർത്തില്ല, അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വായിക്കാം. ഭഗവാനെ കുറിച്ച് ഞങ്ങൾ ദുഃഖിച്ചിങ്ങനെ വസിക്കുകയാണ്. ഞങ്ങൾക്ക് ബോധമില്ല, ഞങ്ങൾക്ക് അറിവില്ല. ഞങ്ങൾക്കിന്ന് ഭഗവാന്റെ തൽക്കടാക്ഷമാം വാരി വർഷത്തെ പെയ്ത്, അതായത് ഭഗവാന്റെ സമുദ്രം പോലെയുള്ള കടാക്ഷം അത് വാരി, അത് സമുദ്രം പോലെ വർഷത്തെ പെയ്ത് ആ കടാക്ഷമാകുന്ന ആ ഒരു ആനന്ദാമൃതം അത് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ് ഞങ്ങളുടെ ദീനം പോക്കാൻ, ഞങ്ങളുടെ വിഷമം പോക്കാൻ, ഭഗവാനെ കണ്ട് ആ ഒരു ആനന്ദ നിർവൃതിക്ക് വേണ്ടി ആ കടാക്ഷം ഞങ്ങളിലേക്ക് ചൊരിയാൻ സമുദ്രം പോലെ വാരി, അതായത് വാരി സമുദ്രം. ഇവിടെ വാരി വെള്ളം എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും വർഷത്തെ വെച്ചാൽ അവിടെ മഴയാണ്. അപ്പോൾ കടാക്ഷമാകുന്ന വർഷം മഴ അത് വാരി സമുദ്രം പോലെ കടാക്ഷം ഞങ്ങളിലേക്ക് പെയ്യാൻ. എന്തിനാ? ഞങ്ങളെ ദീനത്തെ പോക്കാൻ, ഞങ്ങളുടെ സങ്കടത്തെ പോക്കാൻ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയണം, ഭഗവാനി അവിടുത്തെ കൃപ, അങ്ങയുടെ കടാക്ഷം ആ ഒരു നോട്ടം ഒന്ന് വന്നാൽ മതി, നമ്മൾ ധന്യരാകും, നമുക്ക് ആനന്ദ നിവൃത്തി ഉണ്ടാവും. ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി, അത് ആ വാരി സമുദ്രം പോലെ ഭഗവാന്റെ കൃപ ഞങ്ങളിലേക്ക് ഒന്ന് ഒഴുകുമോ ഭഗവാനെ എന്ന് നമ്മൾ ഓരോ ഭക്തയും ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ വാരി വർഷത്തെ പെയ്തു ദീനത്തെ പോക്കാൻ. ഇവരുടെ ദീനം എന്താ? ഭഗവാൻ ഞങ്ങളെ മറന്നു. ഇവരിങ്ങനെ ദുഃഖിക്കുക, എന്നിനൊന്ന് കാണാൻ പറ്റും, ഞങ്ങളെ മറന്നു. പക്ഷെ ഭഗവാൻ മറക്കത്തില്ല. പക്ഷെ ഇവരുടെ ഉള്ളത്തിലെ വേദനയാണ്. അതുകൊണ്ട് കാരണപുമാൻ ഒരു ദിനം എന്നിരിക്കലും, ഒരു ദിവസം മതി. അത് ഇങ്ങോട്ട് വരുന്നത് എന്നാകും എന്നുള്ളത്, ഇങ്ങോട്ട് എന്നെങ്കിലും ഒന്ന് വരുന്നെന്നുള്ള ഒരു കാര്യമെങ്കിലും, ഒരു ഓർമ്മപ്പെടുത്തലും വന്ദനീയനാം ഭവാൻ അറിഞ്ഞതുണ്ടോ ഹൃദി. ഉദ്ധവരെ, അങ്ങയുടെ ഉള്ളത്തിൽ ഭഗവാൻ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ദിവസമെങ്കിലും ഇങ്ങോട്ട് വരാനൊരു ആലോചന ഭഗവാന്റെ ഉള്ളത്തിലുണ്ടോ? അത് പിന്നെ ഉദ്ധവർക്ക് അറിയാമോ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ കൃഷ്ണൻ ഇങ്ങോട്ടൊന്ന് വരുമെന്നെങ്ങാണം ഒരു ക്ലൂ, ഒന്ന് ആശ്വസിക്കാൻ. ഭഗവാൻ ഇങ്ങനെ ഞങ്ങളെ മറന്നോ? അതോ ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു ദിനമെങ്കിലും ഇങ്ങോട്ടൊന്ന് വരുമെന്ന് അങ്ങേക്ക് അറിയാമോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് വൃന്ദാവനത്തിലേക്ക് പോകണം എന്നൊരു ചിന്ത ഭഗവാൻ കൃഷ്ണൻ്റെ ഉള്ളിലുണ്ടോ എന്നൊരു ഈ ബുദ്ധയുടെ ഹൃദയത്തിലാണ് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് അവരെന്ന് അറിഞ്ഞാൽ സമാധാനമുണ്ട്. അങ്ങനെയാണ് അവർ ചോദിക്കുന്നത്. കൃഷ്ണൻ ഞങ്ങളെ മറന്നു, ഇവിടോട്ടൊന്ന് വന്ന് കാണാൻ ഞങ്ങൾക്ക് പറ്റുമോ? ആ ഒരു എന്തെങ്കിലും ഒരു പിന്നെ ഒരു മനസ്സിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടോ വരുമെന്നുള്ള ചിന്തകൾ അവരോട് അത് ബുദ്ധവരോട് ചോദിക്കുകയാണ്. മാധവം കുറിച്ച് ഏറ്റവും ദുഃഖിച്ചു വസിക്കുന്ന ബോധമില്ലാത്ത ഞങ്ങൾക്ക് ഇന്ന് കടാക്ഷമാം വാരി വർഷത്തെ പെയ്ത് ദീനത്തെ പോക്കിടുവാൻ കാരണപുമാൻ ഒരു ദിനം എന്നിരിക്കലും ഇങ്ങോട്ട് വരുന്നത് എന്നാകുന്നതെന്നുള്ളതും വന്ദനീയനാം ഭവാൻ അറിഞ്ഞതുണ്ടോ ഹൃദി. ഇങ്ങോട്ട് വരുമെന്നുള്ള എന്തെങ്കിലും ഒരു ലാഞ്ചന, ഒരു എന്താണ് പറയുന്നത്, ഭഗവാൻ ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് വരുള്ള എന്തെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടോ? ചിന്ത അങ്ങനെ ഉദ്ധവർക്ക് അറിയാമോ? ഉള്ളത്തിലുണ്ടോ? ശത്രു സംഹാരം ചെയ്ത് പിതൃമാതാക്കൾ മന്ത്രി മിത്ര ബാന്ധവ ജനസമ്മത സംയുക്തനായി
രാജ്യാധികാരം ചെയ്തു സർവലോകരാൽ മഹാപൂജ്യനായി അതിസമ്പത്തോടും സുന്ദരിമാരാം നാരികളോടും രമിച്ച് ആനന്ദിച്ചിരിപ്പോരു ചാരുപുരുഷൻ കൃഷ്ണൻ എന്തൊന്ന് ചിന്തിച്ചാലും ഇങ്ങു വന്നിട്ടു വേണ്ടും കാര്യം ഒന്നില്ലെങ്കിലും ഞങ്ങൾക്ക് സ്നേഹം കൊണ്ട് കാൺമതിനിച്ഛയുണ്ട്. ഭഗവാൻ ഇങ്ങോട്ടൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഞങ്ങൾക്ക് സ്നേഹം അങ്ങേറ്റ സ്നേഹം കൊണ്ട് ഒന്ന് കാണാൻ ഇച്ഛയുണ്ട്. ഭഗവാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. കാരണം ശത്രു സംഹാരമൊക്കെ ചെയ്ത് കംസനെയും മല്ലന്മാരെയൊക്കെ സംഹരിച്ച് മിത്രബാന്ധവജന സമ്മത സംയുക്ത എല്ലാ മാതാവും പിതാവും മന്ത്രിമാരും മിത്രങ്ങളും ബന്ധുക്കളും എല്ലാവരുടെയും സമ്മതമായി, ജനങ്ങളെല്ലാം ഭഗവാനെ സമ്മതമായി. അത്ര നല്ല ഭഗവാന്റെ ഈ ചെയ്തതെല്ലാം ഭഗവാന് നല്ല കീർത്തിയായി, എല്ലാവരും ജനസമ്മതം കിട്ടി. രാജ്യാധികാരമൊക്കെ ചെയ്ത് സർവ്വലോകരാൽ മഹാപൂജ്യനുമായി അതിസമ്പത്തോടും സുന്ദരിമാരാൻ നാരികളോടും രമിച്ച് ആനന്ദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഭഗവാൻ സുന്ദര പുരുഷൻ കൃഷ്ണൻ എന്തോന്ന് ചിന്തിച്ചാലും ഭഗവാൻ അങ്ങനെയുള്ളതെല്ലാം കൃഷ്ണനാണ്. എന്നാലും ഞങ്ങൾക്ക് വന്നിട്ട് ഇങ്ങോട്ട് ഭഗവാൻ വരേണ്ട കാര്യമൊന്നുമില്ല. ഈ വൃന്ദാവനത്തിലേക്ക് ഇത്രയെല്ലാം ഭാഗ്യം അവിടെ ഉണ്ട്. സുന്ദരിമാരുണ്ട്, രാജ്യാധികാരം നോക്കുന്നു, കാര്യങ്ങളെല്ലാം ദുഷ്ടന്മാരെയൊക്കെ സംഗ്രഹിച്ച് എല്ലാ ജനസമ്മതം നേടി എല്ലാം കൊണ്ടും ഭഗവാൻ ജനസമ്മതനായി സർവ്വലോകരാൽ മഹാപൂജ്യനുമായി. എന്നാൽ സമ്പത്തും സുന്ദരി എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഞങ്ങൾക്ക് സ്നേഹം കൊണ്ട് കാണുന്നതിന് ഇച്ഛയുണ്ട്. ഇവരുടെ സങ്കടം ആരോട് പറയാനാ? ഭഗവാൻ ഇതെല്ലാം അവിടെ ഒത്തൊരുമയോടെ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇവരുടെ വേദന ഇവരാരോട് പറയും? ഭഗവാനെ കണ്ടോളാൻ മേത്ത വെപ്രാളം കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്നേഹം കൊണ്ട് ഞങ്ങൾ കാണുവാൻ ഇച്ഛയുണ്ട്. ഇച്ഛാമോഹാദി തോന്നിയിടുന്നതിങ്ങുള്ളത്തിങ്കിൽ നിശ്ചയിച്ചോർത്താൽ അറ്റമില്ലല്ലോ മഹാമതേ. ഇത്രയും ആഗ്രഹം അങ്ങേ അറ്റം ഞങ്ങൾക്ക് ആഗ്രഹം കിടക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഉള്ളത്തിൽ എന്ത് വരുന്നു നിശ്ചയിച്ചാൽ അതിൽ അറ്റമില്ല, ഒരു അന്തമില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഓരോ ദിവസം ചിലതും കൂടിക്കൂടിയാണ് വരുന്നത്. അങ്ങ് മഹാമതേ, ഉദ്ധവരെ, മഹാത്മാവേ, എന്താ ഇതിനൊരു പോംവഴി? ഞങ്ങൾക്ക് അത്രമാത്രം സങ്കടം സഹിക്കുന്നില്ല. ഓർത്തോർത്താൽ ഒരു അറ്റമില്ല. ഈ ദുഃഖത്തിന് ഇതിനൊരു പോംവഴി കണ്ടെത്താൻ പറ്റുന്നില്ലല്ലോ മഹാമതി. കേശവ രൂപം ഒരു ദിനം കണ്ടവരുടെ ആശയം തന്നിൽ മറന്നിടുന്നവരാരുമില്ല. ഭഗവാന്റെ രൂപം ഒരു നേരം ഒന്ന് കണ്ടാൽ പിന്നെ ആരുടെയും ഉള്ളിൽ നിന്ന് പോകത്തില്ല, മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന മാധവൻ തന്നോടുള്ള സംഗമം ഞങ്ങൾ ചിത്തയെ എങ്ങനെ മറക്കുന്നു? ഞങ്ങൾക്ക് ഇങ്ങനെ സംഘം കൂടിയിരിക്കുന്നു, ഭഗവാനുള്ള സംഘം പറ്റിയിരിക്കുന്നു. ഈ സംഘം മാറാൻ പറ്റില്ല. അങ്ങനെ ഒട്ടിപ്പോയി. ഭഗവാനുള്ള ആ ശരീരത്തേക്ക് ഭഗവാനുള്ള ആ രൂപത്തെ ഒട്ടിപ്പോയി. അതുകൊണ്ടാണ് ഭഗവാന്റെ ദേഹമാകുന്ന രൂപം, അതാ ഭഗവാൻ മാറി നിൽക്കുന്ന. ഈ രൂപം മാറിയിട്ട് ഭഗവാനെ ഉള്ളത്തിൽ പരമാത്മാവായി ചിന്തിച്ച് ആ ചൈതന്യമൂർത്തിയെ അവർ പരമാത്മാവായി ചിന്തിച്ച് അത് മാറും. ഭഗവാൻ എപ്പോഴായാലും ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകും. ഇപ്പം നമ്മളങ്ങനെ ശരീരത്തെയാണോ സ്നേഹിക്കുക? ആ ഭഗവാനെ ഉള്ളത്തിൽ മനസ്സിലാക്കുന്നു. അതുപോലെ ഈ സ്ത്രീകൾക്ക് അങ്ങനെ ആകണം. അതവർക്ക് പാഠം കിട്ടണം. ഇവർ ഉപദേശങ്ങൾ ഉദ്ധവരെ കൊടുക്കുമ്പോൾ ആയി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭഗവാനോട് ഞങ്ങൾ സംഗമം, ഞങ്ങൾ അങ്ങനെ ചേർന്ന് ഒട്ടിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ചിത്തയെ എങ്ങനെ ഞങ്ങൾ മനസ്സിൽ മറക്കാൻ പറ്റും? ശ്രീപതി സർവകാമസിദ്ധനായി ലോകേശനായി കേവലനായി സർവഗുണസമ്പന്നനായ കേശവൻ ഓർത്താൽ ഗോപിമാരിലും മറ്റുള്ളൊരു വേശ്യാനാരികളിലും കാര്യമൊന്നില്ലെന്നതും ആശയം തന്നിൽ ഞങ്ങൾ അറിയും. എന്നാകിലും കേശവൻ തന്നിൽ ആശ വർദ്ധിക്കുന്നത് പാരം. ഭഗവാൻ ശ്രീപതിയാണ്, സർവകാമസിദ്ധനായി ലോകേശനായി സർവർക്കും എല്ലാ ആഗ്രഹങ്ങളും സിദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഭഗവാൻ ലോകേശനാണ്. കേവലനായ ഞങ്ങളെ സർവഗുണസമ്പന്നനായ ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ ഓർത്താൽ പരമാത്മാവ് അങ്ങനെയുള്ള കൃഷ്ണൻ തന്നെയാണ്. എന്നാൽ ഓർത്ത ഗോപിമാരിലും മറ്റുള്ളവർ വേശ്യാനാരികളും. ഇവിടെ ഭഗവാന് ആരോടും മമതയില്ല. ഞാനെന്നോ നീയെന്നോ ഇല്ല. ഇവിടെ ഗോപിമാരെന്നോ പിന്നെ വേശ്യാനാരിയെന്നോ വേർകൃത്യമില്ല. അത് ഗോപിമാർക്ക് അറിയാം. അതുകൊണ്ട് ഗോപിമാർ പറയുന്നു, കേശവൻ ഇങ്ങനെയുള്ള ഭഗവാന് സർവഗുണസമ്പന്നനായ ഭഗവാനെ ഓർത്താൽ ഗോപിമാരായ ഞങ്ങളിലും അതല്ല മറ്റുള്ളവർ വേശ്യാനാരികളായാലും കാര്യമൊന്നുമില്ല എന്നതും ആശയം തന്നിൽ ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്കറിയാം, ഞങ്ങളോടുള്ളതുപോലെ തന്നെയാണ് ഒരു വേശ്യാനാരിയെ കണ്ടാലും. അതായത് സർവത്തിലും പരമാത്മാവിനെ ഏകമായി മമതയില്ലാതെ സർവത്തിലും ആരോടും വിരോധമില്ല,
വേറൊന്നുമല്ല, വേശിയാണെന്നോ അവിടെ ജ്ഞാനിയാണെന്നോ അല്ലെങ്കിൽ പാമരനാണെന്നോ പണ്ഡിതനാണെന്നോ കുചേലനാണെന്നോ കുബേരനാണെന്നോ അങ്ങനെ ഒരു ഭാവഭേദവും പരമാത്മാവായ കൃഷ്ണൻ ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങൾക്ക് എന്ത് വരുന്നു? ഭഗവാനെ തന്നെ ആശ വർദ്ധിക്കുന്നു. ആശയം ഞങ്ങൾ അറിയും ഇതെല്ലാം ഭഗവാൻ അങ്ങനെയൊന്നും ഉള്ള ആളല്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഭഗവാനിൽ ഞങ്ങൾക്ക് ആശ വർദ്ധിക്കുന്നത് പാരം. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവാനെ കണ്ടേ പറ്റൂ. ഞങ്ങൾക്കൊന്ന് ഒരു ദിനമെങ്കിലും ഇങ്ങോട്ട് വരുമെന്നുള്ള എന്തെങ്കിലും ഒരു ക്ലൂ എങ്കിലും തരാമോ? അതാ എന്തെങ്കിലും ഒരു ഭഗവാൻ എന്നൊരു എന്തെങ്കിലും പിന്നെ വാക്ക് കിട്ടിയിട്ടുണ്ടോ ഇങ്ങോട്ട് വരുമെന്ന് ഒന്ന് പറയൂ മഹാമതേ. ഞങ്ങൾക്ക് ആശ വർദ്ധിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആശയ്ക്കൊരവസാനമില്ലെന്നറിയും. ആശയ്ക്കൊരവസാനമില്ലെന്നും അറിയും. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനൊരു അവസാനം വരുന്നില്ലല്ലോ മഹാമതേ. ഓരോന്നിൽ ആശ മൂലം ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ആശ വർദ്ധിക്കുമ്പോൾ ദുഃഖം ഉണ്ടാവും. ഓരോന്നിങ്ങ് ഉളവാക്കി ദുഃഖിപ്പിക്കുന്നത് ഇവ. ഗോവർദ്ധനാദി വൃന്ദാവനവും ഗോവത്സരും ഗോപാലർ ഗോകുലവും ഞങ്ങളെ കൃഷ്ണോദന്തം തോന്നിച്ചിടുന്നു സദാ മേൽക്കുമേൽ ഞങ്ങൾക്കുള്ളിൽ. ഞങ്ങൾക്ക് ഓരോന്നിലും ആശ കൊണ്ട് ഞങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങളെ ഉള്ളത്തിൽ ഓരോന്ന് ഉളവായി വരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുന്നു. എന്താ ഉളവാകുന്നത്? ഗോവർദ്ധനാദി, ഗോവർദ്ധനത്തെയും വൃന്ദാവനവും ഗോവത്സരും, കാരണം പശുക്കുട്ടികളും ഗോപാലന്മാരും ഗോകുലവും ഞങ്ങളെ അതെന്ത് ചെയ്യിക്കുന്നു? കൃഷ്ണോദന്തം, കൃഷ്ണഗാഥ. അവരെ ദുഃഖിപ്പിക്കുന്നു. അവരെ ഓർത്തിട്ട് ഇതെല്ലാം സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ചിന്തിക്കത്തില്ലായിരുന്നു. കൃഷ്ണൻ അവിടെ നിന്ന് പോയപ്പോൾ അവർക്ക് ഗോവർദ്ധനഗിരിയും അവിടുത്തെ വൃന്ദാവനവും അവിടുത്തെ കാളന്തി തീരവും അവരെന്തൊക്കെ ഉണ്ടോ, ഗോകുലവും ഗോവത്സങ്ങളും പശുക്കളും പശുക്കുട്ടികളും ഗോപന്മാരും എല്ലാവരെയും ഓർത്തിട്ട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കൃഷ്ണഗാഥ, കൃഷ്ണോദന്തം, ഞങ്ങൾക്ക് ഭഗവാൻ ഇങ്ങനെ ഓർത്ത് തോന്നിച്ചിടും സദാ മേൽക്കുമേൽ. ഞങ്ങളുടെ ഉള്ളിൽ ഭഗവാനെ തന്നെ കൃഷ്ണഗാഥ. അതാണ് ഇവർക്ക് എപ്പോഴും അത് തന്നെ ഞങ്ങൾക്ക് ഉള്ളിൽ. അതൊരു തപസ്സാണ് മക്കളെ. ഇതാണ് നമ്മൾ സ്ഥിരം ഇത് വായിക്കുക മുടങ്ങാതെ. അതാണ് ഇന്ന് കുട്ടിനാളിലെ നമ്മളിത് ചെയ്താൽ നമ്മൾ ഒന്നും അറിയാതെ തന്നെ യഥാർത്ഥമായ ആ കുണ്ടലിനി ശക്തി ഉണരും. അതെനിക്ക് ഇതിനകത്തൊരു ചാനലുണ്ട്, അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഒരുപാട് പേര് ഇതിനെപ്പറ്റി പറയുന്നു. അതിൽ കൂടെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോകും. എന്തോ എന്നെ ഓർമ്മ വരുന്നില്ല. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥം അദ്ദേഹം പിന്നെ എന്തോ പറയുന്നത്, പ്രാണായാമമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊന്നും ചെയ്യത്തില്ല. നമ്മളെ വീട്ടിൽ കുട്ടിനാളിലെ കൃത്യനിഷ്ഠ പോലെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന് തപസ്സായിട്ടിരിക്കുന്നത് നമ്മൾ അറിയാതെ തപസ് ചെയ്യുന്നു. കാരണം മുടക്കമില്ല, കൃത്യനിഷ്ഠയായിട്ട് എപ്പോഴും ചെയ്തു വരുമ്പോൾ തനിയെ സംഭവിക്കുന്ന ഒരു ഗുരു പോലും വേണ്ട. പക്ഷെ നമ്മുടെ ഉള്ളത്തിലൊരു ഗുരു വരും. അത് പരമാത്മാവ് പ്രത്യക്ഷത്തിൽ നമുക്കുള്ള ഉള്ളിൽ വരും, ദർശനത്തിൽ വരും, നമുക്ക് തലയ്ക്ക് കഴിച്ച് അനുഗ്രഹിക്കും. പക്ഷെ ഒരു ഗുരു വരും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ആരും പുറമേ ഗുരുക്കന്മാരില്ലെങ്കിലും അച്ഛനൊക്കെ കുട്ടിനാൾ തന്നെങ്കിലും പക്ഷേ ഭഗവാൻ പരമാത്മാവ് ദർശനത്തിൽ തന്നെ എനിക്ക് അനുഗ്രഹം തന്ന്. അതെന്താ എന്നിട്ട് തന്നെ ഞാൻ ഭയന്നില്ലയോ? എൻ്റെ തലയെല്ലാം പൊട്ടിത്തെറിച്ച് തപ്പി നോക്കിയില്ലയോ? അത് ആനന്ദത്തിൻ്റെ ആണെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. ഇത് ഇങ്ങനൊരു ധ്യാനത്തിൽ തപസ്സിൽ കൂടി കിട്ടുക നമുക്ക് അറിഞ്ഞുകൂടാ. കുണ്ടലിനി ശക്തി ഉണരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ആരാ പറഞ്ഞു തരുന്നത്? പക്ഷേ ഇതെല്ലാം ആനന്ദത്തിൻ്റെ ആദ്യത്തെ പടിയാണ്. അപ്പം എന്ത് മനസ്സിലാക്കണം? കുട്ടിനാളിലെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ആനന്ദ നിർവൃതി അടയാം. അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഭഗവാൻ ബന്ധിച്ചവർക്കല്ലേ കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുട്ടിനാളിലെ അവർ തുടങ്ങും. അല്ലാത്തവർക്ക് എത്ര കേട്ടാലും പിന്നാവട്ടെ പണ്ട് വയസ്സാവുന്നവരെ കാത്തിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ സമ്പത്ത് കാലത്ത് തൈക്ക് 10 വെച്ചാലേ എൻ്റെ വയസ്സാകുന്ന സമയത്ത് ആനന്ദിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ എന്തു പറയുന്നു? ഞങ്ങൾക്കുള്ളിൽ സദാ മേൽക്കുമേൽ ആശ വർദ്ധിക്കുന്നു. ഇന്ദു തുല്യമാം മുഖശോഭിത കടാക്ഷവും മന്ദഹാസവും മൃദുമഞ്ജുള വാക്യങ്ങളും എന്നിവയെല്ലാം കൊണ്ടും ഞങ്ങൾ മാനസം തന്നെ നന്നായി ഇങ്ങ് അപഹരിച്ചിന്ദിരാവരനായ ഗോവിന്ദൻ തന്നെ ഞങ്ങളെങ്ങനെ മറക്കുന്നു? ഞങ്ങളെങ്ങനെ മറക്കും? ഞങ്ങളുടെ മനസ്സിനെ കവർന്നെടുത്തു കഴിഞ്ഞു. എങ്ങനെയാ ഭഗവാൻ ഇവിടെ ഇന്ദു തുല്യമായിരിക്കുന്ന മുഖശോഭിത കടാക്ഷമായിരിക്കുന്ന ഈ ഭഗവാൻ മന്ദഹാസവും മഞ്ജുള വാക്യങ്ങളും ഭഗവാന്റെ ഭഗവാന്റെ ഓരോ വാക്കുകളും മഞ്ജുളമായിരിക്കുന്ന വർത്തമാനങ്ങളും ശോഭിതമായിരിക്കുന്ന ആ നോട്ടവും ചന്ദ്രനെ പോലെ തുല്യമായിരിക്കുന്ന ആ മുഖശോഭയും മന്ദഹാസവും എല്ലാം കണ്ടപ്പോൾ ഇവരുടെ ആ മനസ്സിനെ ഭഗവാൻ അങ്ങ് കവർന്നെടുത്തു. ഭഗവാൻ മനഃപൂർവ്വം കവർന്നെടുത്തു. ഭഗവാന്റെ ഉള്ളത്തിലുള്ളതാ. ഇവർ അത് കണ്ടങ്ങ് ആനന്ദിച്ചു. അവർ
ഭഗവാനിലങ്ങ് ചേർന്ന് ലയിച്ചു. അതാണ് സംഭവിക്കുന്നത്. ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ കുറ്റക്കാരനാണോ? ഭഗവാനകത്ത് ഉള്ളതല്ലേ ഭഗവാൻ കാണിക്കാൻ പറ്റൂ. ഭഗവാൻ അങ്ങനെ ഒരാളാണ്. അപ്പോൾ പിന്നെ ഭഗവാനുള്ള സ്വഭാവമല്ലേ പുറത്ത് വരത്തുള്ളൂ. അവിടെ ദേഷ്യം കാണിക്കാൻ പറ്റുമോ? ഭഗവാൻ മന്ദഹാസവും മഞ്ചുളവാക്യവും പിന്നെ എന്താ പറയുക, നല്ല ശോഭിതമായിരിക്കുന്ന മുഖവും കടാക്ഷവും ഇന്ദു തുല്യം ചന്ദ്രനെ പോലെ തുല്യമായിരിക്കുന്ന മുഖശോഭയും ഇതൊക്കെ ഭഗവാൻ ഉള്ളതാണ്. അത് മാറ്റി മറച്ചു വയ്ക്കാൻ പറ്റൂ? അതുകൊണ്ട് ഈ ഗോപസ്ത്രീകളോ അല്ലെങ്കിൽ നമ്മളോ ഒക്കെ ഇത് വായിച്ചിട്ട് നമ്മളും മനസ്സിലാക്കി നമ്മളും ഭഗവാനെ പ്രേമിക്കുന്നു. ഇത് നമ്മൾ കാണാതുണ്ട് വായിച്ച് മനസ്സിലാക്കി നമ്മളതിനെ ഉറപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കണ്ണനെ എനിക്കും വേണം. അപ്പം എന്നിവയെല്ലാം കൊണ്ടും ഞങ്ങളുടെ മനസ്സിനെ തന്നെ നന്നായി അങ്ങ് അപഹരിച്ചു. ആരാ? ഇന്ദിരാവരനായ ഗോവിന്ദൻ. അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾ എങ്ങനെ മറക്കുന്നു? ദൈവമേ ശുഭരൂപ സന്മയ മധുരിപോ മാധവ ലക്ഷ്മി വല്ലഭ ജനാർദ്ദന ബോധരൂപക മുകുന്ദ ജഗൽപദേ ഗോകുലനാഥ കാരുണ്യശീല വല്ലവീ വരാ വലഞ്ഞു ഞങ്ങളെല്ലാം ദേഹവും തളരുന്നു ദാഹവും പെരുകുന്നു. ഇത് അവസ്ഥ ഉള്ളതാ മക്കളെ. ഇത് നമുക്ക് അനുഭവം വന്നിട്ടുള്ളതാ. ഞാനത് ഓർക്കുമ്പോൾ എൻ്റെ അനുഭവം ഞാൻ ചിന്തിക്കും. ഈ കുട്ടികളും ഇതുപോലെ വിഷമിക്കുന്നു. ഞാനിങ്ങനെ കുറേ കരഞ്ഞ് വിളിച്ച് എത്ര ദിവസമെന്നോ എത്ര മാസമെന്നോ പോലും എനിക്ക് ഓർമ്മയില്ല. അത്രമാത്രം വരണ്ട് നിലവിളിച്ചൊരു കാരണം ഓർക്കുമ്പോൾ ഈ ഗോപസ്ത്രീയുടെ അനുഭവം സത്യമല്ലേ? അന്ന് ഞാൻ വായിച്ചിട്ടില്ല. എൻ്റെ 10-40 വയസ്സിലൊന്നും എനിക്കിത് ഭാഗവതമൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇത് പോകെ കിട്ടിയതും വായിച്ചതൊക്കെ. അപ്പോൾ അന്നൊക്കെ ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിന് പോയത് പോലും. അപ്പം ബൈബിൾ കിട്ടി പിന്നെ അതായിരുന്നു എൻ്റെ ശരണം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്നു. ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ്. ഈ അനുഭവം വന്നപ്പോഴാണ് ഞാൻ ഇവിടുന്ന് ചാടിപ്പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് പോയത്. ഞാനിങ്ങനെ മാധവ അപ്പോൾ എൻ്റെ പരമാത്മാവായ കൃഷ്ണൻ എന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടു. ശാന്തി സമാധാനം ഉണ്ടാക്കി പോയി എന്ന് പറയും. ഇവിടെ കിടന്ന് കരയാതെ. പറഞ്ഞു തരാൻ ആളില്ല. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാനൊരു ഗുരു ഭഗവാനായിട്ട് നിന്നുകൊണ്ട് എനിക്ക് അവിടെ എന്നെ പറഞ്ഞു വിട്ടു എൻ്റെ കണ്ണൻ. എനിക്ക് എത്രമാത്രം ഞാൻ നിലവിളിച്ചെന്ന് എനിക്ക് പോലും അറിയില്ലേ ഭഗവാനെ. ഈ കുട്ടികൾ വിളിക്കുമ്പോൾ എനിക്ക് ഉള്ളം പെടയും. കാരണം അത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ വിളിക്കുന്നത്. ദൈവമേ ശുഭരൂപ സന്മയ മധുരിപോ മാധവ ലക്ഷ്മി വല്ലഭ ജനാർദ്ദന ബോധരൂപക മുകുന്ദ ജഗൽപദേ ഗോകുലനാഥ കാരുണ്യശീല വല്ലവീ വരാ വലഞ്ഞു ഞങ്ങളെല്ലാം ദേഹവും തളരുന്നു ദാഹവും പെരുകുന്നു മോഹവും വളരുന്നു മോഹനനാശ കൃഷ്ണ പ്രാണനാഥനാം തവ സുന്ദര രൂപാമൃതം കാണാതെ ഞങ്ങളെല്ലാം മന്ദിച്ചു മരിച്ചു പോം ദുഃഖാബ്ധൗ മഗ്നമാരാം ഞങ്ങളെ രക്ഷപ്രഭു ദുഃഖാൽ നിന്ന് ഉദ്ധരിക്ക സർവദുഃഖാപഹാരിൻ. ഞങ്ങൾ മരിക്കുന്നതിന് മുന്നേ ഞങ്ങളെ ഉദ്ധരിക്കൂ, ഞങ്ങളെ ഇതിൽ നിന്ന് കരകയറ്റൂ. അവരത്ര ഇത് സങ്കടമാണ്, ഇത് അനുഭവമാണ്. ഇത് യാതൊരു കാരണവശാലും ഇത് കാപട്യമല്ല. ഇതൊരു യഥാർത്ഥ ഭക്തൻ്റെ ഒരു ഭക്തയുടെ യഥാർത്ഥ ലക്ഷണം ഇതാണ്. ഇത് ഞാൻ അനുഭവിച്ചതുകൊണ്ട് എനിക്കിതറിയാം. ഇവിടെ നമുക്ക് മോഹം വളരും. ഭഗവാനെ കിട്ടാത്ത വെപ്രാളം, മോഹനാശൻ ഭഗവാൻ, എല്ലാ മോഹത്തിനും നശിപ്പിക്കുന്ന ഭഗവാൻ. ആ ഭഗവാൻ എന്നെ പറഞ്ഞു വിട്ടു, നിൻ്റെ ആഗ്രഹം തീരെ നീ അമൃത് ഭക്ഷിച്ചോളൂ, നീ ഇന്ന പ്രാർത്ഥനയ്ക്ക് പോയി അവിടുന്ന് അമൃത് കഴിച്ചോളൂ. ഞാൻ ഇഷ്ടംപോലെ അമൃത് ഭക്ഷിച്ചു, പാനം ചെയ്തു, ഹൃദയമാകുന്ന ദേഹം മൊത്തവും നിറഞ്ഞു കവിഞ്ഞു. അപ്പോൾ തന്നെ അന്ന് തന്നെ പ്രത്യക്ഷമാകുന്നു. പിന്നത്തെ ആഴ്ച തൊട്ട് ഞാൻ അവിടെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന ഞാൻ അവിടെ വീശി സർവ അവിടെ എത്രമാത്രം ജനങ്ങളുണ്ട് അവിടെ എല്ലാം ഞാൻ 2 കൈ കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങുന്ന ആ ഒരു ചൈതന്യം അവിടെ മൊത്തം വീശി നിറയ്ക്കുമായിരുന്നു. എനിക്കറിയത്തില്ല ഈ വീശൊക്കെ എന്തുവാണ്, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് 2 കൈയും അങ്ങനെ മുറം കൊണ്ട് വീശുന്നത് പോലെ. അപ്പോൾ അവിടെയുള്ള സിസ്റ്റർമാർ പറയും അവിടെ എല്ലാം അങ്ങ് കാറ്റ് എല്ലാം അങ്ങ് വികസിപ്പായിരുന്നു കാറ്റ് കൊണ്ട്. എന്താ ആ അനുഗ്രഹം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അങ്ങ് പ്രവഹിക്കുക, നിറഞ്ഞ് കവിയുക. അത് ഞാനിങ്ങനെ വീശി എല്ലാവർക്കും കൊടുക്കുക. എനിക്ക് വല്ലതും അറിയാമോ? എനിക്ക് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ ഉള്ളത്തിൽ ആരോ പ്രവർത്തിക്കുന്നതാണത്. അപ്പോൾ പിന്നെ ബൈബിളിൽ അപ്പോഴെല്ലാം അവിടെ പറയും കർത്താവിൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്, ഭഗവാന്റെ കയ്യിൽ വീശുമുറമുണ്ട്. ഈ വീശുമുറം ഉള്ളിൽ പരമാത്മാവായ ആ യേശു കർത്താവ് എൻ്റെ ഉള്ളത്തിൽ വസിച്ചു. ആ ഉള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കവിട്ടി, അതാണ് കൈകളിൽ കൂടി വീശതെന്ന് പിന്നീടാണ് മനസ്സിലായത്. അത് എനിക്ക് അങ്ങനെ ബൈബിളുമായിട്ടുള്ള പരിചയമുണ്ടോ കൈ വീശക്കൊണ്ടോ ഒന്നും എനിക്കില്ലാത്ത ഞാൻ എങ്ങനെ സംഭവിച്ചു, ആരും പറഞ്ഞു തരാതെ. അപ്പോൾ അങ്ങനെ ദൈവം നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും ഓരോന്ന്. അപ്പോൾ എന്താ
പ്രാണനാഥനാം തവ സുന്ദര രൂപാമൃതം കാണാതെ ഞങ്ങളെല്ലാം മന്ദിച്ചു മരിച്ചു പോവും. ഇതേ അവസ്ഥ വന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രത്യക്ഷമാകാനും യഥാർത്ഥമായ കൃപ നമ്മളിലേക്ക് വരാനും പറ്റൂ. നമ്മൾ മരിക്കുമെന്നുള്ള അങ്ങേയറ്റം വരണം. മുങ്ങിച്ചാവുന്നത് പോലെ നമ്മൾ മരിക്കുമെന്ന് തോന്നണം. അതാണ് അപ്പോഴേ ഭഗവാൻ അവിടെ നമുക്കുള്ളത്. ഇനി രക്ഷയില്ല, ചെന്ന് പ്രത്യക്ഷമായേ പറ്റൂ. അങ്ങനെയാണ് ധ്രുവനൊക്കെ പ്രത്യക്ഷമായത്. ദുഃഖാബ്ധവും മഗ്നമാരാം ഞങ്ങളെ രക്ഷപ്രഭോ ദുഃഖാൽ നിന്നുദ്ധരിക്ക. സർവ്വദുഃഖാപഹാരിൻ സർവ്വദുഃഖങ്ങളെയും ഹനിക്കുന്ന നശിപ്പിക്കുന്ന ഭഗവാനെ, ഈ ദുഃഖത്തിൽ ഞങ്ങളെ ഉദ്ധരിപ്പിക്കണമേ, ഞങ്ങളെ കരകയറ്റണമേ. ഞങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ മരിച്ചു പോകും. അങ്ങനെ സന്താപനാശനത്താൽ നിനക്ക് പേരുണ്ടായി. സന്തത ആനന്ദനെന്നതായത് ഓർക്ക ഭവാൻ. സന്താപത്തെ നശിപ്പിക്കുന്ന സർവഭക്തരുടെയും ദുഃഖത്തെ നശിപ്പിക്കുന്ന നിനക്ക് പേരുണ്ടായി. എല്ലാവരുടെയും ദുഃഖം ശമിപ്പിക്കുന്ന ആളാണ് കൃഷ്ണൻ. അങ്ങനെ പേരുണ്ടായി സന്തതാനന്ദനെന്നത്. അപ്പോഴെന്താണ്? സന്താപത്തെ നശിപ്പിക്കുമ്പോൾ അവിടെ സന്തതാനന്ദം, എപ്പോഴും ആനന്ദപ്രിയനാണെന്ന് ഭഗവാന് പേര് ഉണ്ടായി. ഭഗവാന്റെ പേര് അതങ്ങനെ ആനന്ദമായത്. എല്ലാവരുടെയും ദുഃഖത്തെ നശിപ്പിക്കണമെങ്കിൽ ഭഗവാന്റെ ആനന്ദം നമ്മളിലേക്ക് വരണം. അപ്പോഴാണ് അതിന് ഭഗവാൻ എന്ത് പേര് വന്നു? സന്തതാനന്ദൻ എന്നതായത് ഓർക്ക ഭവാൻ. ഭഗവാന്റെ പേര് എപ്പോഴും ആനന്ദനാണ്. എന്താ കാരണം? മറ്റുള്ളവരുടെ സന്താപത്തെ നശിപ്പിക്കുന്നു. എങ്ങനെ നശിപ്പിക്കുന്നു? ആനന്ദം കൊണ്ട് നശിപ്പിക്കുന്നു. നമ്മുടെ ദുഃഖം മാറണമെങ്കിൽ നമ്മളിലേക്ക് ആനന്ദം വരണം. ആനന്ദം എങ്ങനെ ഉണ്ടാവും? നിലവിളിക്കണം, കിടന്ന് ഉരുളണം. ഭഗവാൻ അല്ലാതെ മറ്റാശ്രയമില്ല, ഞാൻ മരിച്ചു പോകും എന്ന് അങ്ങേ അറ്റത്തെ നിലവിളി വരുമ്പോൾ ആനന്ദപ്രദമായിരുന്ന ഭഗവാന്റെ ആനന്ദം നമ്മളിലേക്ക് ഒഴുകും. ആ കൃപ, ആ കടാക്ഷം, ആ ഒരു വീക്ഷണം, അപ്പോഴാണ് നമ്മളിലേക്ക് എന്ത് സമുദ്രമാകുന്ന ആ കടാക്ഷം ഒഴുകണമേ. നമ്മുടെ ദുഃഖത്തെ മാറ്റാൻ ഭഗവാൻ അതാണ് നമുക്ക് ചെയ്തു തരുന്നത്. അതിന് എന്താ ഒരേ ഒരു മാർഗം? ഇന്ന് എല്ലാവരും ആത്മാർത്ഥമായി ഭഗവാനെ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം എന്താ? ഈ പ്രപഞ്ചം മൊത്തവും നന്നായി ആരാധിച്ച് നമ്മൾ ആദ്യമേ നമ്മുടെ അജ്ഞാനത്തെ മാറ്റുന്നതിനാണ് നമ്മൾ ഉറക്ക നാമം ചെന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങൾ കേൾക്കും, പ്രപഞ്ചം ശുദ്ധീകരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കതെല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജപം മതി. പിന്നെ നമുക്ക് കാരണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭഗവാനെ ജപിച്ച് മനസ്സിൽ കണ്ടാലും മാത്രം മതി. പക്ഷേ ഇതിപ്പം ഞാൻ മക്കൾക്ക് തരാൻ വേണ്ടിയാണ് ഇങ്ങനെ. ഇത് നിങ്ങൾ പഠിക്കണ്ടേ, 1-ാം ക്ലാസ്സല്ലേ ഉള്ളൂ. ഈ 1-ാം ക്ലാസ്സിലാണ് ഈ പ്രാർത്ഥനയൊക്കെ വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ആരാധിക്കൂ. നിങ്ങൾ മനസ്സ് നിറഞ്ഞ് നാണക്കേട് തോന്നണ്ട. ആര് കേട്ടാലും പ്രശ്നമില്ല. നമ്മുടെ ഹൃദയം വിശുദ്ധമാകട്ടെ, ശുദ്ധിയാകട്ടെ എന്ന് പറയുന്നത് ഇത് ആദ്യ പാഠമാണ്. ഈ ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ മാത്രം ഇങ്ങനെ ഉറക്കെ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് മൗനത്തിൽ തന്നെ പ്രാർത്ഥിക്കാം. എൻ്റെ അച്ഛനൊക്കെ അവസാനം വെറുതെ ജപം മാത്രമേ ഉള്ളായിരുന്നു. കാരണം എന്താ? അതൊക്കെ നേടിക്കഴിഞ്ഞു, എന്നാലും ജപിച്ചുകൊണ്ടിരിക്കും. പോകുന്ന വഴിക്കും എപ്പോഴും ജപമാണ്. അതുകൊണ്ട് സന്തതാനന്ദൻ എന്ന അതായത് ഓർക്കുക ഭഗവാന്റെ പേര്. എപ്പോഴും സന്തതം, എപ്പോഴും ആനന്ദം. ഭഗവാൻ എപ്പോഴും അങ്ങനെയാണെന്ന് ഓർക്കുക ഭഗവാൻ. ഇങ്ങനെ കരഞ്ഞിടും ഗോപികമാരെ കണ്ടു മംഗലനുദ്ധവനും കാരുണ്യ പാരവശ്യാൽ പിന്നെയും തത്വാർത്ഥമാം കൃഷ്ണ സന്ദേശവാക്യം ഒന്നേ പാരം പറഞ്ഞോരനന്തരം. അങ്ങനെ ഇത്രയും വിഷമവും നിലവിളി വന്നപ്പോൾ കരഞ്ഞിട്ട് കേട്ടപ്പോൾ ഈ ഉദ്ധവരെന്ത് ചെയ്തു? കാരുണ്യ പാരവശ്യല്ല. കാരണം ഭഗവാനെ ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ച് മരിച്ചു പോകുന്ന പറഞ്ഞാൽ ഇവർ ബുദ്ധവർ കേട്ടാലൊന്നും ഇവർക്ക് അങ്ങ് അണപൊട്ടുവാ. കെട്ടി നിൽക്കുന്ന ഒരണ പൊട്ടിയാൽ എങ്ങനെയാ? അതൊരു പ്രവാഹമല്ലേ, ഒഴുക്ക്. അണ കെട്ടി നിർത്തിയേക്കുന്ന ഒരു അണ എന്ന് പൊട്ടിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ പിന്നെ ബെല്ലും ബ്രേക്കും ഒന്നുമില്ല, അതൊരു പോക്കാണ്. അങ്ങനെ ഇവരിങ്ങനെ കരഞ്ഞപ്പോൾ ഈ ഉദ്ധവർക്ക് കാരുണ്യം കൊണ്ട് പാരവശ്യൽ എന്ത് ചെയ്തു? പിന്നെയും തത്വാർത്ഥമാം കൃഷ്ണ സന്ദേശവാക്യം ഒന്നൊന്നേ പാരം പറഞ്ഞവരനന്തരം വീണ്ടും 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 ഭഗവാന്റെ സന്ദേശവാക്യങ്ങൾ കൊണ്ട് അവരെ അങ്ങ് നിറച്ചു. കാരണം ഉദ്ധവരെ വിട്ടേക്കുന്ന ഭഗവാൻ അതിനാണ്. ഇത്ര ദുഃഖിക്കുന്ന ഭഗവാൻ അറിയുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഉദ്ധവരെ കൊണ്ടേ അതിന് സാധിക്കൂ. അതുകൊണ്ട് ഉദ്ധവരെന്ത് ചെയ്തു? വീണ്ടും വീണ്ടും പാരം പറഞ്ഞ് അനന്തരം എന്തോന്ന് ഗോപികമാർക്ക് ചിത്തസന്താപം കുറഞ്ഞിതങ്ങ് ആവോളം തത്വബോധം എന്നത് ഉണ്ടായി വന്നു. പറഞ്ഞ് അവരുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വിട്ടപ്പോൾ ഗോപികമാർക്ക് എന്തു വന്നു? ചിത്തം സന്താപം കുറച്ച് വേദന മാറി. നിലവിളിയും പടവിളിയും ചത്തു എന്നുള്ള വെപ്രളൊക്കെ ഒന്ന് അടങ്ങി.
അങ്ങനെയാണ് മക്കളെ ഞാനും അവിടേക്ക് പോയത്, പ്രാർത്ഥനാലയത്തിൽ പോയത്. അങ്ങനെയാണ് എനിക്കും അടങ്ങിയത്. കേട്ട് 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 ഉപദേശങ്ങൾ, എന്തെങ്കിലും ഏത് മതമോ ആയിക്കോട്ടെ, ഈശ്വരവാക്യങ്ങൾ, സന്ദേശങ്ങൾ, എന്താണ് അതെല്ലാം അമൃതല്ലേ. ഏത് മതമായാലെന്താ, ഏത് മനുഷ്യനായാലെന്താ, അത് നീചനെന്നോ അല്ലാതെ ഒന്നും നമുക്ക് തോന്നണം. അവിടെ ഭഗവാന്റെ വചനങ്ങളാണോ അത് നമ്മൾ ഉൾക്കൊള്ളും. അപ്പോൾ നമ്മൾ എന്ത് വന്നു, നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞ് നമ്മുടെ ചിത്തത്തിൻ്റെ വേദന മാറി. അതിനാണ് ഭഗവാൻ അവിടേക്ക് എന്നെ വിട്ടത്. ഇവിടെ ആരെ വിട്ടു? ഇവിടെ വേദന മാറ്റാൻ ഉദ്ധവരെ വിട്ടു. ഉദ്ധവരാരാണ്? സന്യാസി. ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരു സന്യാസി. ഭഗവാൻ അറിഞ്ഞ് നീതിശാസ്ത്ര നിപുണനും എല്ലാം അറിവുള്ള സർവജ്ഞനാണ്. എല്ലാം അറിവുള്ളത് ഉദ്ധവരെ പറഞ്ഞു വിട്ടാൽ മാത്രമേ ഇവർക്ക് ആശ്വാസം കിട്ടുമെന്ന് ഭഗവാൻ അറിയാം. ഇവരുടെ നിലവിളി വന്നപ്പോൾ ഇദ്ദേഹം വീണ്ടും 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 പറഞ്ഞുകൊണ്ടേ ഇതെന്താ പറയുന്നത്, ഭഗവാന്റെ കഥകളും ചരിത്രങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് വന്നതിലെ കേട്ട് കേട്ട് അവർ നിറയൂ. അങ്ങനെ നിറഞ്ഞപ്പോൾ ഇവർക്ക് ചിത്തം, മനസ്സിൻ്റെ സന്താപം, വിഷമങ്ങളൊക്കെ കുറഞ്ഞ് ആവോളം തത്വബോധം എന്നതുണ്ടായി. ആവോളം ഇഷ്ടം പോലെ അവിടെ മനസ്സിൽ തത്വബോധം. എന്താ തത്വമസി? ആ ബോധം എല്ലാം നാം തന്നെയാണെന്ന് അറിയുന്നത്. സർവ്വതും ഞാനായവൻ തന്നെയാണ്, കാണുന്നതെല്ലാം ഞാൻ തന്നെയാകുന്നു. അല്ല അവിടെ ആരുമില്ല അന്യതായിട്ട്. അപ്പോൾ പരമാത്മാവായ കൃഷ്ണനും ഞാൻ തന്നെയാകുന്നു, അതെൻ്റെ ഉള്ളത്തിലാണെന്ന് അവർ ഈ തത്വം മനസ്സിലാക്കി കൊടുത്തു. അതാണ് തത്വമസി. ഈ ബോധം അവർക്കുണ്ടായിക്കൊടുത്തു. ആര്? ഉദ്ധവർ. അപ്പോഴവർക്ക് സുന്ദരിമാരാ ഗോപീ ജനങ്ങൾ പിന്നെ മോദാൽ വന്ദിതൻ ഉദ്ധവനെ പൂജിച്ചു മാനിച്ചതു. അപ്പോഴും മനസ്സിലാക്കി ഉദ്ധവരും കൃഷ്ണനാണെന്ന്. എന്താ കാരണം? ഭഗവാൻ കൊടുക്കുന്ന അതേ രീതിയിലായിരിക്കും ഇദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ ഉദ്ധവരെ അവർ ഈ സ്ത്രീകളെ മനസ്സിലാക്കി യഥാർത്ഥ ഒരു ഭക്തനും ഒരു സന്യാസി ശ്രേഷ്ഠനാണ്, ഭഗവാനെ പോലെ തന്നെയാണ്, ഇദ്ദേഹത്തിൻ്റെ ഉള്ളത്തിലെല്ലാം ഉണ്ട്. അത് കാരണം ഞാൻ പോയെടുത്തും അങ്ങനെയായിരുന്നു. എനിക്ക് വേണ്ടതെല്ലാം അവിടെ കിട്ടി. ഞാനിവിടെ എനിക്ക് ഭാഗതമൊന്നുമില്ല. ഞാനിപ്പോൾ എനിക്ക് വേണ്ടത് കിട്ടിയേ പറ്റൂ. അപ്പോൾ എനിക്ക് വേണ്ടത് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി പരമാത്മാവാണ് അവിടെ വസിച്ചത്. അതെൻ്റെ ഉള്ളത്തിലായി. ഞാൻ അവിടെ കർത്താവായി മാറിക്കഴിഞ്ഞു. എന്താ കാരണം? എൻ്റെ ആർത്തി. മുട്ടുവിൻ തുറക്കപ്പെടും, ആർത്തി ഉള്ളവനെ തൃപ്തിപ്പെടുത്തും. ഇവിടെ ഗോപികൾക്ക് ആർത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഉദ്ധവരെ കൊടുത്തു വിട്ടു ഭഗവാൻ. ഉദ്ധവർ നന്നായി അവർക്ക് ഇഷ്ടാനുസരണം വയറ് നിറച്ച് ആധ്യാത്മികമായ എല്ലാ രുചിയും അമൃത് കൊടുത്തു. അമൃത് കൊടുത്തപ്പോൾ അവരെന്ത് മനസ്സിലാക്കി? ഉദ്ധവനെ പൂജിച്ചു മാനിച്ചു. ഇവിടുന്ന് കിട്ടിയതെല്ലാം പരമാത്മാവായ കൃഷ്ണൻ്റെ ആ പരമാത്മ ചൈതന്യം ഉദ്ധവരിലുണ്ട്. ഉദ്ധവർ കൊടുക്കുന്നതെല്ലാം ഭഗവാന്റെ വാക്യങ്ങളാണ്, സന്ദേശങ്ങളാണ്. അത് ഉള്ളത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് ഉദ്ധവരുടെ ഉള്ളിൽ നിന്ന്. അത് എവിടേക്ക് ചെന്നു? കാന്തവും സൂചിയും പോലെ ഈ സ്ത്രീകളുടെ ഉള്ളത്തിലേക്ക് ഇഴിഞ്ഞിറങ്ങി. അവരതിൽ ആനന്ദിച്ചു. അപ്പോഴെന്തു വന്നു? ഉദ്ധവരെ ഈശ്വരനെ തുല്യമാക്കി. അതുകൊണ്ട് എന്തു വന്നു? വന്ദിതൻ ഉദ്ധവനെ വന്ദിച്ച് ഇരിക്കുന്ന വന്ധ്യനായി കണ്ടു. അദ്ദേഹം യഥാർത്ഥമായ ശ്രേഷ്ഠനാണെന്ന് മഹാത്മാവാണെന്ന് കണ്ട് അവരെല്ലാവരും ഉദ്ധവരെ പൂജിച്ചു മാനിച്ചിതു. ഗോകുലം തന്നിൽ വസിച്ചിടുന്ന ജനങ്ങൾക്ക് ശോകങ്ങളൊക്കെ തീർപ്പാൻ ഉദ്ധവൻ നിശ്ചയിച്ചു. അവിടെ പിന്നെ അദ്ദേഹം എന്ത് വിചാരിച്ചു? ഇനി ഇവിടുത്തെ ദുഃഖമൊക്കെ തീർത്തിട്ടേ ഞാൻ അവിടേക്ക് മടങ്ങുന്നുള്ളൂ, ശോകങ്ങളെല്ലാം തീർക്കണം. ഉദ്ധവരങ്ങനെ നിശ്ചയിച്ചിട്ട് മാധവ ലീലകളെ എപ്പോഴും എല്ലാവരോടും ബോധമോദന ചൊല്ലി ചെറ്റുനാൾ വാണു. പിന്നെ അങ്ങനെ ഭഗവാന്റെ ലീലകളെല്ലാം എപ്പോഴും എല്ലാവരോടും. ഇപ്പം ഞാൻ എങ്ങനെയാ പറയാ? നിങ്ങൾ എന്നെ ചിന്തിച്ചാൽ മതി. ഞാൻ ഭഗവാന്റെ കഥ, രാമായണം വായിച്ചാലും ഭഗവാന്റെ കഥ, എന്താ പറയുക, ഭഗവത്ഗീത വായിച്ചാലും ഭഗവാന്റെ കഥ, പിന്നെ ഭാഗവതം വായിച്ചാലും ആ കഥ, നാരായണൻ വായിച്ചാലും ആ കഥ. ഉദ്ധവനും അതുപോലെ തന്നെയാണ്. അപ്പോൾ മാധവ ലീലകളെ എപ്പോഴും എല്ലാവരോടും, ആരോടും മറ്റൊന്നും പറയാനില്ല. എല്ലാവരോടും എന്താ ഉദ്ധവർ പറയുന്നത്? ഭഗവാന്റെ ലീലകളാണ്, ഭഗവാന്റെ കാര്യങ്ങളെ പറയാനുള്ളൂ. ഒരു ഭക്തൻ എന്താ വേണ്ടേ? അരനാഴിക പോലും മറ്റ് ചിന്തകളായി പോകരുത്, ഒരു നിമിഷം പോലും പാഴിക്കളയരുത്. എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ചും ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാൻ തന്നെ നമ്മുടെ മനസ്സ് ഉറപ്പിച്ച് വെച്ചിട്ട് എല്ലാം പൂജയായി ചെയ്യണം. ആഹാരം കഴിക്കുമ്പോഴും പൂജ, ഒരു ഉള്ള ചോറ് കഴിക്കുമ്പോഴും ഭഗവാൻ അർച്ചന. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും ഭഗവാനെ കുളിപ്പിക്കുന്നതായി സങ്കല്പിക്കുക. അങ്ങനെ പൂജ നടക്കുമ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നാമം ചൊല്ലിക്കൊണ്ട് നടക്കുക. ഇങ്ങനെ കേൾക്കുന്നതും പറയുന്നതും എല്ലാം പൂജകളായി ചെയ്യുക. അവിടെ മാധവ ലീലകളല്ലാതെ ഈ ഉദ്ധവർക്ക് ഒന്നും തന്നെ പറയാനില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരോടും ബോധമോദന ചൊല്ലിച്ചെറ്റുന്നാൾ വാണു. പിന്നെ അപ്പം എല്ലാവർക്കും എന്താ? ബോധമോദേന,
ആനന്ദപ്രദമായിട്ട് കൊടുത്ത് ബോധം വരുത്തക്കണം. അങ്ങനെ ചൊല്ലി എല്ലാം പറഞ്ഞു കൊടുത്ത്, കാരണം അവർക്ക് അറിവില്ലാത്തവരാണെന്ന് അവർ തന്നെ പറയും. കാരണം അവർക്ക് പശുകൃഷിയല്ലേ, അതുകൊണ്ട് അവർക്ക് അറിവില്ലല്ലോ. പക്ഷെ ഈ ഭഗവാൻ കൊടുത്തുവിട്ട സന്ദേശം ഒത്തിരി ഇരട്ടിയായി ഭഗവാൻ ഉള്ളത്തിലിരുന്ന് അങ്ങ് പ്രവർത്തിച്ചു ഉദ്ധവരെ കൊണ്ട്. ഉദ്ധവരെല്ലാം ചൊല്ലി 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 കുറേ നാൾ വാണു. പിന്നെ കേശവചരിതങ്ങൾ കേട്ടവർക്ക് എല്ലാ പേർക്കും ക്ലേശവും തീർന്ന് മറ്റൊന്നാശയമില്ലായകയാൽ അപ്പം മറ്റാശയെല്ലാം മാറി. പിന്നെ വൃന്ദാവനം കാണണമെന്നും നദി കാണണമെന്നും പിന്നെ എന്താ പറയുക ഗുരുവായൂരപ്പനെ കാണണമെന്നോ അല്ല അവിടെ പോയി കാണണമെന്നോ ഇവിടെ പോയി കാണണമെന്നോ അല്ലെങ്കിൽ ഇവരെന്താ എനിക്ക് ഗോവർദ്ധനഗിരി ഓർക്കുന്നു, ഗോവത്സങ്ങളെ ഓർക്കുന്നു, പിന്നെ എന്താ പറയുക ഗോകുലം ഓർക്കുന്നു. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഒന്നും കിട്ടിയില്ല. ഇവിടെ സന്ദേശങ്ങൾ ഇഷ്ടം പോലെ ഉപദേശമായിട്ട് കൊടുത്തപ്പോൾ അവർക്ക് ക്ലേശം അങ്ങ് തീർന്നിട്ട് മറ്റൊന്ന് ആശയമില്ലായകയാൽ ഒരാശയില്ല. അവിടെ പിന്നെ കാളന്തി നദി തീരണം, അവിടെ കാണണമെന്നോ ഒരു കാര്യം അവർക്ക് മക്കളെ കാണണമെന്നോ വീട് കാണണമെന്നോ ഒരാശയില്ല. അതങ്ങ് മാറി. എന്നെ പോലെ എങ്ങായി എനിക്ക് പറയാൻ പറ്റും. ഞാൻ എന്നെ പോലെ എന്ന് പറയാൻ എനിക്ക് നന്നായി പറയാം, കാരണം കറ തീർന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ക്ലേശങ്ങളെല്ലാം തീർന്ന് മറ്റൊന്നാശയമില്ലായകയാൽ ഓരോരോ ദിനം കഴിഞ്ഞിടുന്നതൊക്കെയും അങ്ങ് ഓരോരോ നിമിഷമെന്നുള്ളതും തോന്നിക്കൂടി. അതിന് മുന്നേ എന്തായിരുന്നു? ഓരോരോ ദിനം കഴിഞ്ഞിടുന്നതൊക്കെയും ഒരു ദിവസം കഴിയുന്നതൊക്കെ എന്താ ഓരോ നിമിഷങ്ങളെ പോലെയോ എത്രയോ പെട്ടെന്നാ സമയം പോയത്. കാരണം പ്രാർത്ഥനയ്ക്കിരിക്കും. ഇപ്പം തന്നെ സമയം എത്ര ആയി ഞാൻ അറിയുന്നില്ല. സമയം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അയ്യോ ഇത്ര സമയമെന്ന് കാണുമ്പോൾ നമ്മൾ അയ്യോ പെട്ടെന്ന് ആണ്. എന്താ കാരണം? എൻ്റെ കുഴപ്പമല്ല, മറ്റുള്ള മക്കൾക്ക് ഇത് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഒരുപാട് സമയം എടുത്തവർക്ക് ആർക്കും കാണത്തില്ല, അതുകൊണ്ടുള്ള വിഷമമല്ല. എനിക്ക് ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് വെളുക്കുന്നവരെ മരണം വരെ ഇങ്ങനെ തന്നെ ഇരുന്നാൽ എനിക്ക് വിശക്കത്തുമില്ല, ഒന്നുമില്ല. കാരണം ഞാൻ നിറഞ്ഞിരിക്കുക. പിന്നെ എന്തിനാ വിശക്കുന്ന ക്ഷീണിക്കുന്ന എന്തിനാ? ഈശോ കഥകൾ കേൾക്കും തോറും പറയും തോറും നമ്മൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ക്ഷീണമില്ലാതെ. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടുന്ന് എണീച്ച് പോകണം തോന്നുമോ? എനിക്ക് എത്ര പറഞ്ഞാലും തീരത്തില്ല. അതുകൊണ്ട് അതുപോലെ ഇവിടെ എന്ത് വന്നു അവർക്ക്? ഓരോരോ നിമിഷം എന്നുള്ളത് തോന്നിക്കൂടി. ഒരു ദിനം ഒരു ദിവസം 24 മണിക്കൂർ കണ്ണ് അടച്ചു തുറക്കുന്നത് പോലെ തോന്നിക്കൂടി. ഗോപികാജനത്തിൻ്റെ ഭക്തിയും ശുദ്ധികളും കേവലം മോതാൽ കണ്ടിട്ട് ആനന്ദിച്ച് ഉദ്ധവനും ഇത് കണ്ടപ്പോൾ ആനന്ദം കൊണ്ട് തുടങ്ങി ഉദ്ധവർ. കാരണം എന്താ? വെറുതെ ആയില്ല. ഭഗവാന്റെ സന്ദേശം കൊണ്ട് ഇങ്ങോട്ട് വന്നു, അത് കൊടുത്തുകൊണ്ടേയിരുന്ന് ഇവരത് ആനന്ദിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോഴെന്ത് വന്നു? വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ല. മക്കളെ, ഇന്ന് നിങ്ങൾ ഇതുപോലെ വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കരുതേ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഉള്ളത്തിലിത് ഇരിക്കണം മക്കളെ. നിങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന അത് ആദ്യം നമ്മൾ നന്നാവണം. നമ്മൾ നന്നായി ഇത് അനുഭവിച്ച് ആനന്ദിച്ചിട്ട് വേണം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ആനന്ദത്തോടെ കൊടുക്കണമെങ്കിൽ നമുക്ക് ആനന്ദം ഉണ്ടാകണം. നമുക്ക് ആനന്ദം വന്നെങ്കിലേ നമുക്ക് ആനന്ദം കൊടുക്കാൻ പറ്റൂ. ആനന്ദമില്ലാതെ അങ്ങനെ ആനന്ദത്തോടെ കൊടുക്കുന്നത്? നമ്മൾ നന്നായി ആനന്ദിച്ചല്ലേ നമുക്ക് മറ്റവർക്ക് കൊടുക്കാൻ പറ്റും. ആനന്ദം പങ്കിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു നന്നായി ചോറും കറിയും വെച്ചെങ്കിലേ അത് സന്തോഷമായിട്ട് ആ ചോറും കറിയും കൂടെ കൊടുക്കാൻ പറ്റൂ. അടുപ്പേ കിടക്കുമ്പോൾ കൊടുക്കാൻ പറ്റൂലല്ലോ. അത് നന്നായി വെന്ത് കറിയെല്ലാം ചേർത്ത് കഴിക്കണം. നമ്മൾ അതെല്ലാം തൊരുക്ക് കൂട്ടി അത് ആദ്യം തീരണം. അപ്പോൾ നമുക്ക് ആ ചോറും കറിയും കൊടുക്കാൻ പറ്റൂ. അതുപോലെ നമ്മൾ ആദ്യമേ ഇത് ഉണ്ടാക്കിയെടുക്കണം, ഈ ആനന്ദം. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ എന്ത് വന്നു? ഗോപികാ ജനത്തിൻ്റെ ഭക്തിയും ശുദ്ധികളും കേവലം മോതാൽ സന്തോഷത്തോടെ കണ്ട് ഉദ്ധവർ ആനന്ദിച്ചു. അപ്പം അദ്ദേഹം കൊടുത്ത ആനന്ദം അവരെ എടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിന് ആനന്ദം കിട്ടി വീണ്ടും വീണ്ടും. അതാണ് നമ്മൾ കൊടുക്കും തോറും പിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അവർ മേടിച്ചുകൊണ്ടിരിക്കും. ഉദ്ധവർ വീണ്ടും വീണ്ടും മേടിച്ചുകൊണ്ടിരിക്കും. എവിടെ നിന്ന് കിട്ടും? ഭഗവാനിൽ നിന്ന് ഉദ്ധവർക്ക് വന്നുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ ആ വരവ് ഉദ്ധവനിൽ കൂടി ഈ കുട്ടികൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കേൾക്കുന്നവനും ആനന്ദം, പറഞ്ഞു കൊടുക്കുന്നവനും ആനന്ദം. അതാണ് ഇതിൻ്റെ രഹസ്യം. ഇതാണ് രസം. ഇത് ജഗദമ്മ പറയത്തില്ല ഇതൊരു രസമാണെന്ന്. മക്കളെ, ഇതൊരു വല്ലാത്തൊരു രസമാണ്. ഇതിലെ മാല കോർത്ത് പോകുന്നത് പോലെ ഇതൊരു ആനന്ദ രസമാണ്. ഗോപിമാർ ഉറങ്ങിയിടും നേരം ഉദ്ധവൻ താനും ഗോപികമാരെ തൊഴുത് ഈ വണ്ണം ചിന്ത ചെയ്ത് അവർ ഉറങ്ങിയ സമയത്ത് ഉദ്ധവർക്ക് അത്രമാത്രം ആനന്ദം. ഈ കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളാണ്. ദൈവമേ, ഇദ്ദേഹത്തിന് അത്ഭുതമായി. എന്താ കാരണം? ഇവർക്ക് ഇതൊന്നും പഠിച്ചിട്ടില്ല. അവർ ശാസ്ത്രാറിനോടായി ഇതൊന്നും പഠിച്ചിട്ടില്ല. വേദങ്ങൾ ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക് ഇത്രയും ആനന്ദവും ഭക്തിയും ശുദ്ധിയെല്ലാം വന്നപ്പോൾ ഇത്തരം അങ്ങനെ ഈ ഗോപിമാരെല്ലാം ഉറങ്ങിയതും നേരം ഉദ്ധവൻ താനും ഗോപികമാരെ തൊഴുത് ഈ വണ്ണം പറഞ്ഞു. അവരറിയുന്നില്ല, ഒരു ഉറക്കത്തിൽ ഈ ഉദ്ധവർക്ക് തൊഴുതൊളാമയ ഈ ഗോപിമാരെ. എന്താ കാരണം? ഇത്രയും ഭക്തി ഇവർക്കുണ്ടോ? അവർ ഉറങ്ങിയ സമയം നോക്കി ഇദ്ദേഹം ഉറക്കത്തിൽ ചെന്നവർ ഇദ്ദേഹം തൊഴുതിട്ട് പറയുന്നു,
ഉത്തമ പുരുഷങ്കിൽ ഇത്തരം ഭക്തിയുള്ളവർ ഉത്തമമാരിൽ വച്ചിട്ട് ഉത്തമമാരാണിവർ. അതായത് ഉത്തമ പുരുഷങ്കിൽ ആരാ ഉത്തമ പുരുഷൻ? പരമാത്മാവായ ശ്രീകൃഷ്ണൻ. ഈ ഭഗവാങ്കൽ ഇത്രയും ഭക്തിയുള്ളവർ ഉത്തമമാരിൽ വച്ചിട്ട് ഉത്തമമാരാണിവർ. ഉത്തമമാരിലും വെച്ച് അതൊക്കെ മേലെ ഉത്തമമാണ് ഈ കുട്ടികൾ. ഇത്തരം ഭക്തിയുള്ളവർ ഈ ത്രിലോകത്തിൽ ആരും ചിത്തത്തിൽ ഓർത്താലില്ല നിർണയമെന്ന് വന്നു. അപ്പോൾ ഇത്രയും ഭക്തിയുള്ളവർ ഈ ത്രിലോകത്തിൽ 3 ലോകത്തിലും വെച്ച് മനസ്സിൽ ഓർത്താലില്ല, വേറെ ആരുമില്ല ഇവരെ പോലെ ചിത്തശുദ്ധിയും ഭക്തിയും. കേവലം നാരായണ ഭക്തിയില്ലാതെ വിപ്രർ ആയ അവരുടെ ജന്മം പാർത്താൽ നിഷ്ഫലം നൂനം. ഇങ്ങനെ ഭഗവാൻ ഭക്തിയില്ലാതെ വിപ്രർ ബ്രാഹ്മണർ, ഇങ്ങനെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭക്തിയില്ലെങ്കിൽ ഒന്നുമല്ല, ഏതുമല്ല. അതുകൊണ്ട് കേവലം ഈ കുട്ടികളെ കൂട്ട് ഭക്തിയില്ലാത്ത വിപ്രർ, അതായത് നാരായണ ഭക്തന്മാരായിട്ട് ഉള്ളവരെന്താ? ഭക്തി വർദ്ധിക്കുന്ന ഭഗവാനിൽ ഭക്തി ഇല്ലാത്ത ബ്രാഹ്മണർ ആയവരുടെ ജന്മം പാർത്താൽ നിഷ്ഫലം നൂനം, ഒരു ഫലവുമില്ല. കാരണം ഭക്തി ഇല്ലാതെ എന്ത് കർമ്മം ചെയ്യേണ്ടത്, എന്ത് പൂജ ചെയ്തിട്ടെന്താ, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും ഭക്തി ഇല്ലല്ലോ, ഏതുമില്ല. ചിലങ്കുന്ന എന്താ പറയുക, ചേങ്കല പോലെയാണ് ചിലങ്ക. പക്ഷേ അതിനകത്ത് സ്നേഹവും ഭക്തിയും പ്രേമമാകുന്ന ഭക്തി ഇല്ലാത്തതുള്ള കാലം എന്തെല്ലാം യാഗങ്ങളോ ഒക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഭഗവാൻ ശ്രദ്ധിക്കത്തില്ല. കാരണം ഈ നിലവിളിയും ഭക്തിയാണ് ഭഗവാന് വേണ്ടത്. അതുകൊണ്ട് പറയുന്നു, കേവലം നാരായണ ഭക്തി ഇല്ലാതെ വിപ്രർ, അതായത് ബ്രാഹ്മണരുടെ ജന്മം പാർത്താൽ നിഷ്ഫലം നൂനം. ഭക്തിയുള്ളവർ നീചജാതി എന്നിരിക്കലും ഉത്തമം അവരതിനില്ല സംശയമേതും. ഇങ്ങനെ ഏത് നമുക്ക് താഴ്ന്ന ജാതി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, എനിക്കങ്ങനെ പറഞ്ഞുകൂടാ, പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ. അവർ തന്നെ അങ്ങനെ നീചരാക്കി വെച്ചൊക്കെ, ഞാനാക്കിയിട്ടല്ല, അവർ തന്നെ അങ്ങ് ചിന്തിക്കും. അങ്ങനെ ഉള്ളവരിലായാൽ പോലും എന്താ പറയുക, ഭക്തിയുള്ളവർ എന്ത് വരുന്നു? ഉത്തമർ. അവരതിനില്ല സംശയം, അവർ ഉത്തമരാണ്. ഈ ഭക്തി ആരിലുണ്ടായിരുന്നു? ഭഗവാൻ അവിടെ നേരത്തെ സുന്ദരികളെ ഇവർ പറഞ്ഞില്ലയോ, ഇവിടെ പിന്നെ ഗോപികളായാലും വേശ്യാനാരികളായാലും ഭഗവാൻ ഒരുപോലെയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ബ്രാഹ്മണരായാലും നീചരായാലും. ഭക്തി ഉണ്ടെങ്കിൽ വിഷ്ണുലോകം പോകും ആരായാലും. ബുദ്ധിയും ശാസ്ത്രം ഗുരുസേവയും ദേഹബുദ്ധി സിദ്ധി സൽക്കാര തത്വജ്ഞാന കർമ്മവും ഇല്ല ഈ സ്ത്രീകൾക്ക്, ഈ നാരിമാർക്ക് ഒരു ബുദ്ധിയില്ല, ഈ ശാസ്ത്രം അറിയില്ല, ഗുരുസേവയില്ല, ഒരു ഗുരുവിനെ സേവിക്കുന്നില്ല. കാരണം ഒന്നും പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകിച്ച് ഗുരുക്കന്മാരില്ല. ദേഹബുദ്ധി സിദ്ധി സൽക്കാര തത്വജ്ഞാന കർമ്മം ഒന്നും തന്നെ ഈ സ്ത്രീകൾക്കില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഗോപിമാർക്ക് യുദ്ധം ഭക്തി വന്ന് വർദ്ധിച്ചത് ഓർത്താൽ എത്രയും അത്യത്ഭുതം. ഇങ്ങനെ ഒന്നും നേടാത്ത വെറും വീടുകളിൽ തന്നെ തങ്ങി പശുകൃഷിയായിട്ട് നിൽക്കുന്ന ഈ കുട്ടികൾക്ക് യാതൊരു വിവരമോ ഒന്നുമില്ല, ഭക്തി മാത്രം ഉണ്ട്. അങ്ങനെ ഉള്ള ഇവർക്ക് എങ്ങനെ ഇത്രയും ഓർത്താൽ, ഈ ഭക്തി വർദ്ധിച്ചത് ഓർത്താൽ എത്രയും അത്യത്ഭുതം. ഈ ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഈ യാഗവും തീർത്ഥവും ഒക്കെ ചെയ്യുന്നത്. കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാം എന്തിനാ? ഭക്തി വരാനാണ്. അമ്പലങ്ങളിൽ കുളിച്ചോടാൻ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ അതിനായി. ഇവരിതൊന്നും ചെയ്തിട്ടില്ല. ഇവർ പ്രത്യേകിച്ചൊരു അമ്പലത്തിൽ പോക്കോ ഇതൊന്നും വായിച്ച് പഠിച്ചിട്ടോ ഒരു ഗുരുവിൽ കൂടിയൊന്നും കിട്ടിയിട്ടോ ഒന്നുമില്ല. ഇങ്ങനെയുള്ള ഇവർക്ക്, ഈ ഗോപിമാർക്ക് ഇത്രയും ഭക്തി വർദ്ധിച്ചത് ഓർത്താൽ അത്ര അത്യത്ഭുതമാണ്. ഇതാര് പറയുന്നു? ഈ ഗോപിമാർ ഉറങ്ങിയപ്പോൾ അവരെ നമസ്കരിച്ച് തൊഴിലിട്ട് ഇദ്ദേഹം തന്നെ ചിന്തിച്ച് പറയുക. അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൽ തന്നെ ഓർക്കുവാണ്. ധന്യമാരാകും ഇവർക്കിത് കാരണം ഭക്തി എന്നല്ല, മോക്ഷം സർവ്വസൗഖ്യവും വരും നൂനം. അപ്പോൾ ഇവർ ധന്യമാരാകുന്നു. ഇവർക്ക് എന്ത് വന്നു? ഭക്തി മാത്രമല്ല, അവർക്ക് മോക്ഷം സർവ്വസൗഖ്യവും വരും. അവർക്ക് സർവ്വസൗഖ്യം, ഈ ലോക സുഖവും ശരീരസുഖവും മാനസികമായ ആനന്ദവും മോക്ഷവും എല്ലാ സുഖ സൗകര്യങ്ങളും ഇവർക്കുണ്ടാകും. തന്നുടെ മഹാവ്യാധിക്കുള്ളൊരു ഔഷധം സിദ്ധ ഔഷധം നന്നതെന്നറിയാതെ രോഗി താൻ സേവിക്കലും തന്നുടെ മഹാവ്യാധി നശിച്ചു പോകുമ്പോൾ തന്നുടെ തത്വം ഒന്നും അറിയാതെ അവർകളും തന്നുള്ളിൽ നാരായണ ഭക്തി ഉണ്ടെന്നാകിലോ തന്നുടെ മനസ്സെങ്കിൽ വേണ്ടത് സാധിപ്പിക്കും. ഏത് മഹാവ്യാധിക്കും സിദ്ധ ഔഷധം നന്നെന്ന് അറിയാതെ ചിലർ കഴിക്കും. പക്ഷേ ഇവിടെ എന്താണ്, ഇവർ ഈ ഭക്തി എന്നുള്ള കാര്യം എന്തിനാണെന്ന് അവർ അറിയുന്നില്ല. ഈ ഭഗവാനെ നേടാനൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് ഭക്തിയുണ്ട്, അത് എന്തിനാണെന്ന് അവർ അറിയുന്നില്ല. ഈ മഹാവ്യാധിയായിരിക്കുന്ന രോഗികൾ ചില ഔഷധങ്ങൾ കുടിക്കും, പക്ഷെ അവർ അത് അറിയാതെ അങ്ങ്
കഴിച്ചു പോകും, അത് സംഭവിക്കും. പക്ഷെ അവിടെ വ്യാധി അത് ഈ രോഗം അപ്പോഴേ മാറുന്നു. പക്ഷെ ഇവർ അറിയാതെ ഭക്തി വർദ്ധിച്ചു. പക്ഷെ അവർക്ക് എന്ത് കിട്ടി? ഭഗവാന് ചേരാനുള്ള ഭക്തി വർദ്ധിച്ചങ്ങ് ആത്മാവിൽ ആനന്ദിക്കാനും പിന്നെ മോക്ഷവും സർവ്വസൗഖ്യവും എല്ലാം അവർക്ക് വന്നു ചേരും. നമുക്ക് പിന്നെ വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇത് തീർന്നില്ല, ഇന്ന് തീർക്കണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. പറയുമ്പം എനിക്ക് അങ്ങനെയാണ് മക്കളെ, എനിക്ക് വായിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള ആർത്തി അല്ല, അത് നിങ്ങളെ ഓർത്തിട്ടാണ് ആർത്തി. കാരണം നിങ്ങൾ വിചാരിക്കത്തില്ലയോ ഈ അമ്മ ഒരിക്കലും തീർക്കുന്നില്ലെന്ന്. അതുകൊണ്ട് എനിക്ക് പറയുമ്പോൾ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അത് മനസ്സിലാക്കാത്തത്തോളം കാലം എനിക്ക് അറിയാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ, അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, 54 മിനിറ്റായി. നിങ്ങൾ കാണുമോ ഇതെല്ലാം? എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.